നമസ്കാരം. ദിലീപ് കേസിലെ വിധി ഉണ്ടാക്കിയ അനുരണനങ്ങൾ ഇന്നും കേരളത്തിൽ അവസാനിച്ചിട്ടില്ല. ദിലീപിനെ വെറുതെ വിട്ടത് നീതിയുക്തമല്ല എന്ന് വിശ്വസിക്കുന്ന അനേകം പേർ കേരളത്തിലുണ്ട്. ആക്ടിവിസ്റ്റുകളും ഇടതുബുദ്ധിജീവികളും മാത്രമല്ല, നിയമജ്ഞരും സാധാരണ മനുഷ്യരിൽ ഒരു വിഭാഗവും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിക്കെതിരെ ഈ വിധിക്കെതിരെയുള്ള വാർത്ത ശക്തമായി തുടരുകയാണ്. ദിലീപിനെ ശിക്ഷിക്കണമെങ്കിൽ കോടതിയുടെ മുൻപിൽ തെളിവ് വേണം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പൾസർ സുനി എഴുതിയ കത്താണ്. മട്ടാഞ്ചേരിയിലെയും പൂജപ്പരയിലെയും വിയ്യൂരിലെയും ജയിലിൽ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നെ ഇന്ന് വിളിച്ച് പറഞ്ഞത് വെള്ള പേപ്പർ പോയിട്ട് ഒരു കഷണം കടലാസ് പോലും ജയിലിൽ കിട്ടില്ലെന്നാണ്. ജയിലിൽ ഒരു കടലാസ് പോലും കിട്ടാതിരിക്കവേ സുന്ദരമായ കൈപ്പടയിൽ ഒരു വെട്ടിത്തിരുത്തു പോലുമില്ലാതെ കത്തെഴുതി അതൊരു സഹതടവുകാരൻ്റെ കയ്യിൽ കൊടുത്ത് ദിലീപിൻ്റെ മാനേജർക്ക് അയച്ച ആ ബുദ്ധിയെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ ഈ ഗൂഢാലോചന പൊളിയുന്നതാണ്. ദിലീപ് നല്ലവനോ അല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. എന്നാൽ ഇവിടെ ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റിയ തെളിവുകളൊന്നും കോടതിയുടെ മുമ്പിൽ എത്തിയില്ല. അതിന് കോടതിയെ തെറി പറഞ്ഞിട്ട് എന്ത് കാര്യം? ജഡ്ജിയുടെ പേര് ഹണിയം വർഗീസ് എന്നാണ് അറിഞ്ഞ കുറച്ചുപേർ ഇന്ന് ജഡ്ജിയെ ക്രിസംഗി എന്ന് വിളിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരു CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ മകളെയാണ് സഖാക്കൾ വരെ ഇപ്പോൾ ക്രിസംഗി എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടണം. സത്യമെന്ന് പറയുന്നത് നിയമത്തിന് മുമ്പിൽ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ ലോജിക്കിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ സാമാന്യ ബോധത്തിനുമൊക്കെ നിരക്കുന്നതാവണമെന്നില്ല നിയമത്തിന് മുമ്പിലെ സത്യം. നിയമത്തിൻ്റെ മുമ്പിലെ സത്യം ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് കൃത്യമായി സംശയാതീതമായി തെളിയിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സത്യം വേറൊന്നാണ് എന്ന് ജഡ്ജിക്ക് അറിയാമെങ്കിൽ പോലും ജഡ്ജിയുടെ മുമ്പിലെത്തുന്ന തെളിവ് നിയമങ്ങൾക്കനുസൃതമായ സത്യം മാത്രമേ അംഗീകരിക്കാൻ ജഡ്ജിക്ക് കഴിയൂ. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണം, തങ്ങളുടെ വിധിയാണ് വലുത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ കോടതിയെ നിർത്താതെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. ചില അഭിഭാഷകർ പോലും കോടതിയെ പരിഹസിച്ചുകൊണ്ട് കോടതിയല്ല ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ പറയുന്നവർ അഭിഭാഷക കുപ്പായമിട്ട് കോടതിയിൽ വന്ന് കേസ് വാദിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. വാസ്തവത്തിൽ കോടതിയെ ഇങ്ങനെ സ്കാൻഡലൈസ് ചെയ്യുന്നതിന് പിന്നിൽ ചില ദുരൂഹമായ ലക്ഷ്യങ്ങളുണ്ട്. തങ്ങൾ ആഗ്രഹിക്കുന്ന വിധി കിട്ടാതെ വരുമ്പോൾ കോടതിയെ അപമാനിക്കാൻ ഇറങ്ങിയാൽ കോടതികൾക്ക് സമ്മർദ്ദമില്ലാതെ വിധി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാവും. അവശേഷിക്കുന്ന ജനാധിപത്യത്തിൻ്റെ കച്ചിത്തുരുമ്പാണ് നീതിന്യായ വ്യവസ്ഥ. ആ വ്യവസ്ഥയെപ്പോലും അട്ടിമറിക്കാനുള്ള നിഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണിത്. ദിലീപ് കേസ് ഫോളോ ചെയ്ത എല്ലാവർക്കും നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് വിധി വന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് ബലാത്സംഗം ചെയ്തത്. അവർ ബലാത്സംഗം ചെയ്തില്ല എന്നുള്ള വാദം അവർക്ക് വേണ്ടി ആരും കോടതിയിൽ പോലും അവകാശപ്പെട്ടിട്ടില്ല. അവർ ബലാത്സംഗം ചെയ്തു, അത് ചെയ്തതിൻ്റെ കാരണം ഇതാണ് എന്നായിരുന്നു അവരുടെ വാദം. അതുകൊണ്ട് തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുമെന്ന കാര്യം എല്ലാവർക്കും ഉറപ്പായിരുന്നു. 7 മുതൽ 10 വരെയുള്ള 4 പ്രതികൾ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഒക്കെ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നവരാണ്. ആ 4 പേരെയും വെറുതെ വിടുമെന്നും ബലാത്സംഗം ചെയ്ത ആദ്യത്തെ 6 വരെ ശിക്ഷിക്കുമെന്നും മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കാൽക്കുലേറ്ററിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദമായിരിക്കുന്ന കത്ത് പോലും ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആ കത്തെഴുതിയതിന് പിന്നിലും ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ആ കത്തിൽ ആരോപണത്തിന്റെ കുന്തമുന നീളുന്ന 2 ജഡ്ജിമാരുടെ പേര് മറക്കരുത്. അത് കൃത്യമായ ഒരു ലക്ഷ്യത്തോടുകൂടി ചില കോണുകളിൽ രൂപപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. കാരണം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന ജഡ്ജിമാരെ നാണം കെടുത്തി ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റുക എന്ന കൂർമ്മബുദ്ധിയിൽ ചിലർ രൂപപ്പെടുത്തിയെടുത്ത ഒളിയുദ്ധമാണ് അതെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ ഏറ്റവും വിചിത്രമായത് ഒരുത്തൻ കോടതിക്ക് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, പ്രതിയായ ദിലീപ് വന്നപ്പോൾ ജഡ്ജി എണീറ്റ് നിന്നെന്ന്. പ്രതി വരുമ്പോൾ ജഡ്ജി എഴുതിയിരിക്കുന്ന ലോകത്ത് നമുക്ക് എന്ത് പ്രതീക്ഷിക്കും? ഇതിനപ്പുറം പ്രതീക്ഷിക്കാനില്ല. ഇതിന്റെ അക്കാഡമിക് താല്പര്യം തീർന്നു, ഇതിന്റെ ജേർണലിസ്റ്റ് താല്പര്യം തീർന്നു. ഒരു സാധാരണ കേസായി മാറിയില്ല ഇത്. എന്തൊരു വിചിത്രമായ വാദമാണെന്ന് ഓർക്കണം. ഒന്നാമത് പ്രതിയടക്കമുള്ള സകലരും കോടതിയിൽ കയറിയതിന് ശേഷമാണ് ജഡ്ജി വരുന്നത്. ജഡ്ജി വരുമ്പോൾ സകലരും എണീറ്റ് നിൽക്കുന്നതാണ് രീതി. അങ്ങനെ ജഡ്ജി കസേരയിൽ കയറി ഇരുന്നാൽ വിധി പ്രഖ്യാപനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് വരെ എണീക്കാറില്ല. അത് ഏത് വലിയ പുള്ളി വന്നാലും ജഡ്ജി എണീക്കാറില്ല, എണീക്കാൻ പാടുമില്ല. അവിടെ എത്തുന്നത് ദിലീപല്ല, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആണെങ്കിൽ പോലും ജഡ്ജി എണീക്കാൻ പാടില്ല. കാരണം ജഡ്ജിയാണ് ആ കോടതി മുറിയിലെ ഏറ്റവും വലിയ ആൾ. ജഡ്ജിക്ക് സ്വന്തം ഈഗോ മാറ്റിവെക്കാൻ പറ്റില്ല. അത് ജഡ്ജിയുടെ ചുമതലയാണ്, അധികാരമാണ്.
ജഡ്ജിയുടെ മുമ്പിലെത്തുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും ജഡ്ജി തന്നെയാണ് അധികാരി. അതുകൊണ്ട് തന്നെ ദിലീപിനെ കണ്ടപ്പോൾ എണീറ്റ് നിന്നു എന്ന് പറയുന്നത് ഒരു കള്ളക്കഥയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കൃത്യം 11 മണിക്കാണ് ജഡ്ജി എത്തിയതെങ്കിൽ ഏതാണ്ട് 10:09 ദിലീപ് കോടതിയിൽ എത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ ഉളുപ്പില്ലാതെ പറയണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്ന് തീർച്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റ് ലിബി ഹരിയുടേതാണ്. ലിബി പറയുന്നു ഇത് കലാഭവൻ സോബിയാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്നാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇരയ്ക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നതിൽ പല അഭിപ്രായങ്ങൾ കാണും. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാൻ ഇരയ്ക്കും സർക്കാരിനുമൊക്കെ അവകാശമുണ്ട്. അത് നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. വേറൊരു വിഷയമാണ് കുറിപ്പ്. പ്രതി കോടതി മുറിയിലേക്ക് കടന്നു വരുമ്പോൾ വിധി പറയേണ്ട ജഡ്ജി എഴുന്നേറ്റ് നിന്നു. ഒരു ചാനൽ ആഘോഷിക്കുന്ന വാർത്തയാണിത്. എന്ത് ആധികാരികതയാണ് വാർത്തയ്ക്കുള്ളത്? കഥയറിയാതെ പലരും ഇത് പ്രചരിപ്പിക്കുന്നുമുണ്ട്. റീച്ച് ഉണ്ടാക്കാൻ ആര് എന്തു വിവരദോഷം പറഞ്ഞാലും കോലും പിടിച്ചു നടന്ന് വാർത്തയാക്കുന്ന ഇവനെയൊക്കെ വെറുതെയല്ല മാപ്ര എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന കലാഭവൻ സോബി ജോർജ് എന്ന മഹാനെ കുറെ കാലമായി ഞാനും എറണാകുളത്ത് കോടതി വരാന്തയിൽ കാണാറുള്ള വ്യക്തിയാണ്. ഒരിക്കൽ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കേസിന്റെ കഴിഞ്ഞ 2 അവധിക്കും ട്രയൽ തുടങ്ങിയതിനാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞു മാറ്റിവെക്കുകയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇദ്ദേഹത്തിന്റെ കേസിന്റെ വിസ്താരവും ഉണ്ടായിരുന്നു. പലരിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് 2.5 കോടി രൂപ പറ്റിച്ച കേസാണത്. ഒരു ലോഡ് ആളുകളാണ് കാശ് പോയവർ സാക്ഷി പറയാൻ എത്തിയിരുന്നത്. കലാഭവൻ സോബിയാണ് എന്ന് ധരിച്ചാണ് ലിബി ഇത് എഴുതിയിരിക്കുന്നത്. കലാഭവൻ സോബി ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇതല്ല ഇതിനപ്പുറവും പറയുന്ന ഒരുത്തനാണ്. എന്നാൽ ഇത് സോബിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എന്നെ ഞെട്ടിച്ചത് KPCCയുടെ സാംസ്കാരിക സമിതിയുടെ സെക്രട്ടറി എന്നറിയപ്പെടുന്ന MA ഷഹനാസിന്റെ പ്രസ്താവനയാണ്. MA ഷഹനാസിന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് രംഗത്ത് വന്നത്. ഈ ഷഹനാസ് പറഞ്ഞതായി പത്രത്തിൽ വരുന്നു, മനോരമയിൽ വന്നിരിക്കുന്നു. നടനായ പ്രതി വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് കേട്ടത് ലജ്ജിപ്പിക്കുന്നു. ഇതാണ് ഇത്തരം കള്ളവാർത്തകളുടെ കുഴപ്പം. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു നുണയുടെ തിരി കത്തിച്ചുവിടും. അതിവിടെ ചാനലുകൾ മത്സര ബുദ്ധിയോടുകൂടി പ്രചരിപ്പിക്കും. അത് വിശ്വസിച്ച് പലരും എന്തൊക്കെയോ അഭിപ്രായങ്ങൾ തട്ടിപ്പറയും. ലിറ്റോ പാലത്തെങ്കിൽ എഴുതുന്നു പലതരം പൊട്ടന്മാരുണ്ട്. അതിലൊരു പൊട്ടൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു പ്രതിയെ കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് വണങ്ങിയെന്ന്. അത് കേട്ട് അങ്ങനെ തന്നെ വിഴുങ്ങി ഏറെ പേർ ജഡ്ജിയെ തെറി വിളിക്കുന്നു. ഇതാ അതിലൊരാൾ. ഏത് കോടതിയും ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും ഓരോ തവണ നടപടികൾ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും എഴുന്നേറ്റ് നിന്ന് മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും കൈകൂപ്പി വണങ്ങിയാണ്. കോടതിയിൽ നിൽക്കുന്നവർ തിരികെയും വണങ്ങും. അതിലെന്താണ് സംശയം? ആര് മുന്നിലുണ്ടായാലും ഇത് ജഡ്ജിമാർ ചെയ്യും. കോടതി നീതിയുടെ ക്ഷേത്രം എന്നാണ് സങ്കല്പം. അതാണ് കാരണം. ഈ കേസിലും മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എതിർഭാവം വക്കീലിനെ കോടതിയിൽ കേസിനിടയിൽ അഭിസംബോധന ചെയ്യുന്നത് മൈ ലേൺഡ് ബ്രദർ സിസ്റ്റർ ഫ്രണ്ട് എന്നാണ്. അയാൾ അപ്പോൾ കോടതിയിൽ വാദിച്ചത് എന്ത് അബദ്ധമാണെങ്കിലും അങ്ങനെ അഡ്രസ്സ് ചെയ്യൂ. അങ്ങനെ ചെയ്യുന്നതിനർത്ഥം അയാൾ അറിവിൻ്റെ നിറകൂടമാണെന്നോ അല്ലെന്നോ അല്ല. അയാൾ നമ്മുടെ ചേട്ടനോ അനുജനോ കൂട്ടുകാരനോ അല്ല. ഇതൊക്കെ കോടതി മര്യാദകളും ഭാഷകളുമാണ്. ഇതൊന്നും അറിയാത്ത പൊട്ടന്മാർ വഴിവെക്കിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിനൊക്കെ വാർത്തയാക്കുന്ന മരക്കഴുതകളായ മാധ്യമ പ്രവർത്തകർ. ഇടയിൽ നിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസമുള്ള ഒരെണ്ണം പോലും ഇല്ലടേ. ആ ചോദ്യമാണ് പ്രസക്തം. ജഡ്ജ് ഞാൻ പറഞ്ഞല്ലോ, മണിയടിച്ചതിന് ശേഷം ജഡ്ജ് കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ കൈകൂപ്പി വണങ്ങി. അവിടെ നിൽക്കുന്ന എല്ലാവരും വണങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അത് ആരാണ് അവിടെ ഇരിക്കുന്നത് നോക്കിയിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ വണങ്ങിയിട്ടുണ്ടാവാം. ഈ ചോദ്യം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. ഒരു മുതിർന്ന IAS കാരൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് വിവരമുള്ള ഒറ്റ പത്രക്കാരില്ലേ എന്ന്. അല്ലെങ്കിൽ ഇത്തരം ഒരു വിവരക്കേട് ഒരുത്തം വിളിച്ചു പറയുമ്പോൾ അത് സംപ്രേഷണം ചെയ്യാൻ എങ്ങനെയാണ് നമ്മുടെ ചാനലുകൾക്ക് കഴിയുന്നത്? ഞങ്ങളുടെ ലേഖകന് മുമ്പിലും ഇയാൾ വിവരക്കേട് വിളിച്ചു പറഞ്ഞു. അത് കൊടുക്കാതിരിക്കുക എന്ന വകതിരിവാണ് ഞങ്ങൾ കാണിച്ചത്. ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എണീറ്റു വണങ്ങി എന്നൊക്കെ പറയുന്ന ഇത്തരം വാണങ്ങളെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മുടെ ചാനൽ സംസ്കാരം ഏറെ മാറേണ്ടിയിരിക്കുന്നു. കോടതികളെ പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ അതിനൊക്കെ മൂക്കുകയറിടാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു.